അരവണ മുതൽ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റുന്ന ഒരു അധമ സംഘമാണ് അവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്നത് എന്നതിൽ കൃത്യമായ വിവരം, കൃത്യമായ ബോധ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിനുണ്ട്. ഇനി അത് 90-കൾ തൊട്ടുള്ളതാണ് അന്വേഷിക്കേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ അന്വേഷിക്കണം എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇനി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതു പ്രതിനിധിയുടെ 1-2 കാര്യങ്ങൾക്ക് ഉത്തരം അദ്ദേഹം പറഞ്ഞു ഇതിന്റെ എല്ലാം പിന്നിൽ മൊസാദാണ് എന്ന് പറയുമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അല്ലെങ്കിൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നു, മറ്റേ പോറ്റിയുടെ പുറകിലും ഈ പോറ്റിയുടെ പുറകിലും ഒരു പോറ്റിയുണ്ട്, അപ്പോ ഇവര് അന്വേഷണം അവരിലേക്ക് നീളുമോ എന്ന് പേടിച്ചാണ് ഞങ്ങളുടെ കൂടെ വന്നത് എന്ന് പറയുന്ന കണക്കിനുള്ള ബാലിശമായ ആക്ഷേപങ്ങളാണ് അല്ലെങ്കിൽ എടുക്കുന്നത്. നോക്കൂ, ഇത് സ്വർണ്ണക്കൊള്ളയല്ല ക്ഷേത്രക്കൊള്ളയാണ് എന്നത് ആരുടെ ടേക്കാണ് കാശ്മീർ? ഇത് സ്വർണ്ണക്കൊള്ളയല്ല, അമ്പലക്കൊള്ളയാണ്, ക്ഷേത്രക്കൊള്ളയാണ് എന്നത് ഞങ്ങളുടെ തന്നെ ടേക്കാണെന്നേ. തുടക്കം തൊട്ട് ഞങ്ങളാണെന്ന് പറയുന്നത്. ഇതിൽ ആന്റിക് വാല്യൂ ഉള്ള സ്വർണ്ണമുണ്ട്. സ്വർണ്ണമല്ല, അത് ചെമ്പാണെങ്കിലും ആന്റിക്കിന്റെ വില മറ്റൊന്നാണ്. അത് ഇത് സുരേഷ് കുമാർ മാത്രം പറയുന്നതല്ല. ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ പറയുന്ന സോണിയാഗാന്ധിയുടെ ബന്ധുവിന്റെ സ്ഥാപനത്തിലാണ് പുരാവസ്തുവായി സ്വർണം വിറ്റത് എന്ന് കെ സുരേന്ദ്രൻ ആധികാരികം പറയുന്നുണ്ട്. അല്ല, അദ്ദേഹം ഇതിനു മുമ്പ് 35 സീറ്റ് കിട്ടുമെന്നും ഭരണം പിടിക്കുമെന്നും ആധികാരികമായി പറഞ്ഞിരുന്നല്ലോ. കെ സുരേന്ദ്രന്റെ വാക്കിനൊക്കെ ഈ കേരള സമൂഹത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ?